വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമോകൈനറ്റിക്സിന്റെ പാർട്ട് 3 ആണ്, ലാസ്റ്റ് പോർഷൻ ആണ്. സോ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ബേസിക്സ് വെച്ച് തന്നെ പഠിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. ദ ഫസ്റ്റ് വൺ ഈസ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? ഇതൊരു സൈക്കോളജിക്കലി മീനിങ് നമ്മൾ പറയുവാണെങ്കിൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷന് അങ്ങനെ ഒരു പ്രത്യേക മീനിങ് ഒന്നും ഇല്ല കേട്ടോ. അതായത് റിയൽ വോളിയം എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ബേസിക്കലി അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡസ് നോട്ട് ഹാവ് എനി സൈക്കോളജിക്കൽ മീനിങ്. സോ ഇറ്റ്സ് നോട്ട് എ റിയൽ വോളിയം. നമ്മൾ ആക്ച്വലി ഉള്ള വോളിയം ഒന്നും അല്ല പറയുന്നത്, ബേസിക്കലി ഒരു അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് പ്ലാസ്മ ഇൻ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി വുഡ് ബി റിക്വയർഡ് ടു ബി ഡിസോൾവ് ഇൻ ഓർഡർ ടു റിഫ്ലക്ട് ദ ഡ്രഗ് കോൺസെൻട്രേഷൻ അറ്റൈൻ ഇൻ പ്ലാസ്മ. സോ എത്രത്തോളം മരുന്ന് വേണം നമ്മുടെ പ്ലാസ്മയിൽ, നമുക്ക് എത്രത്തോളം അളവ് ഉണ്ട്, അല്ലെങ്കിൽ മരുന്നുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. കാര്യം എത്ര നിങ്ങൾക്ക് ഒരു പ്ലാസ്മയിൽ ഒരു മരുന്ന് കൊടുത്താൽ എടുക്കാൻ കഴിയുന്നു, എത്ര നേരം ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. സോ ദ ബോഡി ഞാൻ പറഞ്ഞു ഹോമോജിനസ് യൂണിറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വൺ കമ്പാർട്ട്മെന്റ് മോഡലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ഈ പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം പ്രൊഫൈല് കാണിക്കാനായിട്ട് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ അറിയേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു റെക്കഗ്നൈസ് ദാറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ പ്ലാസ്മ ഈസ് നോട്ട് നെസസറിലി ദ സെയിം ഇൻ അതർ ടിഷ്യൂ സച്ച് എസ് ലിവർ, കിഡ്നി ഓർ അതർ ബോഡി കമ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡി എന്താണ്, ഹോമോജിനസ് അല്ല. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ അറിയേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എത്രത്തോളം ബോഡിയിൽ പ്ലാസ്മയിൽ മരുന്നുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്ര മരുന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ ലീവറോ കിഡ്നിയോ അല്ലെങ്കിൽ അതർ ബോഡി കമ്പാർട്ട്മെന്റ്സ് നമുക്ക് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാണ്, ഹൈ പെർഫ്യൂഷൻ, ലോ പെർഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സി പി ഇൻ പ്ലാസ്മ ഡസ് നോട്ട് ഈക്വൽ ദ സി പി ഓർ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ സ്പെസിഫിക് ഓർഗൻ ലൈക്ക് കിഡ്നി ഓർ ലിവർ. സി പി മീൻസ് എന്താണ്, നമ്മൾ ബേസിക്കലി ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ പറയുന്നത്. സോ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു സ്പെസിഫിക് ഓർഗനിൽ ഇത്രയാണ് എന്ന് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. സോ ചേഞ്ചസ് ഇൻ ദ ഡ്രഗ് കോൺസെൻട്രേഷൻ ഇൻ പ്ലാസ്മ ആർ പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ടിഷ്യൂ. സോ നമുക്ക് പ്ലാസ്മയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് മരുന്ന് ടിഷ്യൂയിൽ ഉണ്ടാവുന്നതും അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇപ്പൊ പ്ലാസ്മയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ ടിഷ്യൂവിലും എമൗണ്ട് മാറ്റം ഉണ്ടായിരിക്കും. സോ സി പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എക്സ്, ഐ മീൻ ടിഷ്യൂ ആണ്. സോ റിലേഷൻഷിപ്പ് സി പി പ്ലാസ്മ ഈസ് ഈക്വൽ ടു എക്സ് ബൈ വി ഡി ആണ് കേട്ടോ. സോ വി ഡി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, റെഫേഴ്സ് ദ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. അപ്പൊ എളുപ്പമാണ്, ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഡൗട്ട് ഒന്നും വരില്ല, സിമ്പിൾ ആണ്. ഇനി ക്ലിയറൻസ് ആണ്. സോ ക്ലിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മിക്കവാറും എക്സാംസിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. സോ വോളിയം ഓഫ് പ്ലാസ്മ ഇൻ വാസ്കുലർ കമ്പാർട്ട്മെന്റ് ക്ലിയർഡ് ഓഫ് എ ഡ്രഗ് പെർ യൂണിറ്റ് ടൈം ബൈ ദ പ്രോസസ് ഓഫ് മെറ്റബോളിസം ഓർ എക്സ്ക്രീഷൻ. സോ മെറ്റബോളിസം സമയത്തോ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ സമയത്തോ എത്രത്തോളം മരുന്ന് റിമൂവ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ ക്ലിയറൻസ് റിമെയിൻ കോൺസ്റ്റന്റ് ഇൻ ദ ഡ്രഗ് ഈസ് എലിമിനേറ്റ് ബൈ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. സോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, എപ്പോഴും ക്ലിയറൻസ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. വിത്ത് റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡ്രഗ് കോൺസെൻട്രേഷൻ. അപ്പം എത്ര മരുന്നാണോ നിങ്ങളുടെ ബോഡിയിലുള്ളത് അനുസരിച്ച് എലിമിനേറ്റ് ചെയ്യുന്ന അനുസരിച്ച് കോൺസെൻട്രേഷനിൽ മാറ്റം ഉണ്ടായിരിക്കും, നമുക്കറിയാം. സോ ക്ലിയറൻസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ റീനൽ ക്ലിയറൻസ് ആകാം, അല്ലെങ്കിൽ മെറ്റാബോളിസം, സിഎൽ നോൺ ക്ലിയറൻസ്. സോ റീനൽ ക്ലിയറൻസ് എന്താണ്, അവിടെ കിഡ്നി ഉപയോഗിക്കുന്നുണ്ട്. നോൺ റീനൽ എന്ന് പറയുമ്പോൾ മെറ്റാബോളിസം ആണ് കേട്ടോ. ഇൻ പ്രാക്ടീസ് ക്ലിയറൻസ് ഫോർ വേരിയസ് ഓർഗൻ ഈസ് അഡിക്റ്റീവ്. സോ സി എൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു സി എൽ റീനൽ പ്ലസ് സി എൽ നോൺ റീനൽ. കാരണം വെച്ചാൽ നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, റീനലും ഉണ്ട് നോൺ റീനലും ഉണ്ട്. അപ്പം റീനൽ പ്ലസ് നോൺ റീനൽ എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അത് ടോട്ടൽ ക്ലിയറൻസ് വരത്തുള്ളൂ. അപ്പം സി എൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു സി എൽ റീനൽ പ്ലസ് സി എൽ നോൺ റീനൽ ആണ്. സോ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സോ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് കെയും അപ്പാരന്റ് വോളിയം ഡിസ്ട്രിബ്യൂഷൻ വി ഡിയും ആണെങ്കിൽ സി എൽ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വി ഡി. ഹാഫ് ലൈഫ് ടി ഹാഫ് എടുക്കണം എങ്ങനെയാണ്, സി എൽ ഈസ് ഈക്വൽ ടു 0.693 ഇൻറ്റു വി ഡി ബൈ ടി ഹാഫ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, എളുപ്പമാണ്. ഇനി അബ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അബ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് റെപ്രസെന്റ് ദ ഫ്രാക്ഷൻ റേറ്റ് അറ്റ് വിച്ച് എ ഡ്രഗ് ഈസ് അബ്സോർബ് ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം സർക്കുലേഷൻ. നമ്മൾ എവിടെയാണോ മരുന്ന് കൊടുത്തത്, ഇപ്പൊ നിങ്ങൾ ഓറലി കൊടുത്തോ അല്ലെങ്കിൽ വാട്ട് എവർ IV കൊടുത്തോ, എന്ത് കൊടുത്താലും അവിടെ നിന്ന് അബ്സോർബ് ചെയ്ത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്ര മരുന്ന് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അബ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് പറയുന്നത്. സോ എപ്പോഴും അതൊരു എല്ലാ കേസിലും അത് കോൺസ്റ്റന്റ് ആകണം എന്ന് നിർബന്ധം ഇല്ല. സോ കെ ഈസ് എക്സ്പ്രസ് ഇൻ യൂണിറ്റ് ഓഫ് ടൈം റേസ് ടു -1 ആണ്. മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്, കെ ഈസ് ഈക്വൽ ടു n ബൈ ടി ഹാഫ് എ ആണ്. സോ ഇത് ബേസിക്കലി അബ്സോർപ്ഷൻ ഹാഫ് ലൈഫ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ IN എന്ന് പറയുമ്പം
അപ്രോക്സിമേറ്റ്ലി 0.693യും T12 എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ ഹാഫ് ലൈഫുമാണ്. ഇതങ്ങനെ ക്വസ്റ്റ്യൻസിന് ചോദിച്ച് കാണാറില്ല, GPAT-ലൊക്കെ മിക്കവാറും ചോദിച്ച് കാണാറുണ്ട്. സോ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്കിതിൻ്റെ നോക്കേണ്ട ആവശ്യം എന്താണ്, എഫക്റ്റീവ് പ്ലാസ്മ കോൺസെൻട്രേഷൻ അറിയേണ്ട ആവശ്യം എന്താണ്. സോ ബേസിക്കലി നമുക്കറിയാം തെറാപ്പറ്റിക് മാനേജ്മെന്റിൽ Cmaxും Tmaxും ഒക്കെ നമുക്ക് നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് റിലീസ് ഡോസ് ചില സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് മരുന്നുകളൊക്കെ എത്തിക്കേണ്ടി വരും. ആ സമയത്ത് ഈ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫോളോ ചെയ്യേണ്ടി വരും. പിന്നെ മൾട്ടിപ്പിൾ ഡോസ് റെജിമെൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് റിപ്പീറ്റ് ഡോസിങ് എപ്പോൾ കൊടുക്കണം, ഏത് രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ബയോ ഇക്വലന്റ് സ്റ്റഡീസ്, സോ ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് ഡ്രഗ് സ്റ്റഡീസ് ചെയ്യുന്നത് ടൈം ടു റീച്ച് പീക്ക് കോൺസെൻട്രേഷൻ, എത്ര സമയം കൊണ്ട് Tmax എത്തും, അത് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് പ്രഡിക്ഷൻ ഓഫ് പ്ലാസ്മ കോൺസെൻട്രേഷൻ, സോ നമുക്ക് പ്ലാസ്മ എത്രത്തോളം മരുന്ന് ഉണ്ടായിരിക്കും, അത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും നോട്ടിൽ നമ്മൾ എന്ത് പറഞ്ഞു, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ക്ലിയറൻസും അബ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റന്റും ആണ് പറഞ്ഞത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എങ്ങനെയെങ്കിലും ചോദ്യം വരും, എവിടെന്നെങ്കിലും വരും. ഇത് AUC ആണ്. സോ ഓൾറെഡി നമ്മൾ AUC പറഞ്ഞതാണ്. AUC എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം കർവ് ആണ് പറയുന്നത്. എത്ര മരുന്ന് നമുക്ക് സിസ്റ്റം സർക്കുലേഷൻ എത്താൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. സോ AUC വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡോസ് ആണ്, അത് മറന്നു പോകരുത്, എപ്പോഴും ഡോസ് ആണ്. സോ AUC is independent of the route of administration and elimination process as long as these processes remain constant. സോ ഇൻഡിപെൻഡന്റ് ഓഫ് റൂട്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലേ. കാരണം എന്താണ്, ഓരോ റൂട്ടിലും അതനുസരിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഡോസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങൾ എത്ര മരുന്ന് കൊടുക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും AUC നമുക്ക് കാണാൻ പറ്റുക. സോ AUC നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം, ഒന്ന് ടോക്സിറ്റി, ഒരു മരുന്ന് എത്രത്തോളം ടോക്സിക് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ബയോ ഫാർമസ്യൂട്ടിക്സിൽ ബയോ അവൈലബിലിറ്റി, ബയോ ഇക്വലന്റ് സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഫാർമോകൈനറ്റിക്സിൽ CLും ബയോ അവൈലബിലിറ്റിയും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന കേട്ടോ. കാരണം പഠിച്ചത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി മെത്തഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് AUC ആണ്. ഇത് ചോദിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതിൽ കുഴപ്പമില്ല. സോ പ്ലാനിമീറ്റർ ആണ്. പ്ലാനിമീറ്റർ മെത്തേഡ് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ ദ ഏരിയ ഓഫ് ആൻ ആർബിട്രറി 2-dimensional ഷേപ്പ് ബൈ ട്രേസിംഗ് ദ പെരിമീറ്റർ ഓഫ് ദ ഗ്രാഫ്. സോ ഇത് ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വെച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് പ്ലാനിമീറ്റർ. അധികം പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ആൻഡ് കട്ട് ആൻഡ് വെയിറ്റ് മെത്തേഡ് ആണ്. ആദ്യം ചെയ്യേണ്ടത് പ്ലോട്ട് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ VS ടൈം ഗ്രാഫ് ആണ് ഗ്രാഫ് പേപ്പർ. എന്ത് ചെയ്യുക, ഗ്രാഫ് പേപ്പറിൽ പ്ലാസ്മ കോൺസെൻട്രേഷനും ടൈമും വരച്ചു വെക്കുക. കെയർഫുള്ളി കട്ട് ഔട്ട് ദ കേർവ് ഫ്രം ദ ഗ്രാഫ്. സോ കേർവ് നമ്മൾ വരയ്ക്കുക. ആൻഡ് വെയിറ്റ് ഓഫ് ദ കട്ട് ഔട്ട് പോർഷൻ യൂസിങ് ആൻ അനലിറ്റിക്കൽ ബാലൻസ്. സോ നമ്മൾ ഗ്രാഫ് എന്ത് ചെയ്യുക, ഗ്രാഫ് കട്ട് ചെയ്തിട്ട് ഓരോ ഗ്രാഫ് നമ്മൾ വേ ചെയ്യുക. ആൻഡ് കമ്പയർ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ഗ്രാഫ് പേപ്പർ ടു ഡിറ്റർമൈൻ ദ AUC. അങ്ങനെ ടോട്ടൽ നമ്മൾ ഗ്രാഫ് നമ്മൾ കട്ട് ഔട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ AUC അറിയുന്നത്. കാര്യം ഓരോ AUCക്കും, അതായത് AUC നിങ്ങൾക്ക് അറിയാമല്ലോ, ഓട്ടോമാറ്റിക് നമ്മൾ ടൈം അനുസരിച്ച് നമ്മൾ സ്ലോപ്പ് എടുക്കുന്ന പരിപാടിയാണ്. ഇതാണ് പരിപാടി. സോ ഇത് നമ്മൾ ഓരോ ഗ്രാഫ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വേ ചെയ്ത് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതാണ്. ഇത് അധികം ഒന്നും പഠിക്കാനില്ല, മനസ്സിലാക്കി വെക്കുക. കട്ട് ആൻഡ് വെയിറ്റ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് എടുക്കുന്നു, കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുന്ന രീതിയാണ്, മറന്നു പോകരുത്. സോ നെക്സ്റ്റ് കൗണ്ടിങ് സ്ക്വയർ മെത്തേഡ് ആണ്. ഇവിടെ പ്ലോട്ട് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ വിത്ത് ടൈം ഗ്രാഫ്. സെയിം തന്നെ കട്ട് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫുൾ ആൻഡ് പാർഷ്യൽ സ്ക്വയർ അണ്ടർ ദ കർവ്. സോ പാർഷ്യൽ സ്ക്വയറും ഫുൾ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്യുക. അതിനുശേഷം മെഷർ ദ ഏരിയ ഓഫ് സ്ക്വയർ യൂസിങ് യൂണിറ്റ് ഫ്രം ഗ്രാഫ്സ് ആക്സിസ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്ക്വയറും നമ്മൾ മെഷർ ചെയ്യുക. ആൻഡ് സം ഓഫ് ദ ഏരിയ ടു കാൽക്കുലേറ്റ് ടോട്ടൽ AUC. അതിനുശേഷം നമ്മൾ എത്രയാണ് നമ്മൾ എടുത്തെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്ത് എത്രയാണെന്ന് അറിയാൻ പറ്റുക. ഇത്രയേ ഉള്ളൂ AUCയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ എത്രത്തോളം പോർഷൻ, നമുക്ക് വലിയ AUC ഒന്നും വരച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ട്രെപ്പസോയിഡ് റൂൾ ആണ്. ഡിവൈഡ് ദ എൻ്റയർ AUC ഇൻറ്റു ട്രെപ്പസോയിഡ് സെഗ്മെന്റ്. സോ ട്രെപ്പസോയിഡ് സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഏരിയ നമ്മൾ ഫോർമുല വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. C1 + C2 ഇൻറ്റു T2 - T1/2. അതിനുശേഷം നമ്മൾ സം ചെയ്ത് AUC കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത് നിങ്ങൾക്ക് കുറച്ചൊരു എക്സ്ട്രാ ടോപ്പിക്കാണ്. മെത്തഡ് ഓഫ് കാൽക്കുലേറ്റ് AUC ഇങ്ങനെ എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, അങ്ങനെ ചോദിക്കത്തില്ല. സോ പക്ഷെ നിങ്ങൾക്ക് AUCനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം എന്നുള്ളതാണ്. കാര്യം ഇത് കറക്റ്റ് ഒരു 10 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനുള്ള നോട്ടുണ്ട്. എങ്ങനെ നോക്കിയാൽ 10 മാർക്കിനുണ്ട്. കാരണം വെച്ചാൽ എന്താണ്, ഡെഫിനേഷൻ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, മെത്തഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് 10 മാർക്കിനുള്ളതായി. അപ്പോൾ എന്തെങ്കിലും പഠിച്ചു പോവുക, ജസ്റ്റ് ഇത് അതുപോലെ പഠിക്കുക. കാര്യം നമുക്കിത് കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ പറയണം, എന്താണ് എങ്ങനെയാണെന്നെല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് അത്രയും ഞാൻ പറയുന്നില്ല. സോ ഇതാണ് ഒറ്റ ആലോചിക്കുക. ഇവിടെ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഇവിടെ AUCയും ഇത് AUC സെഗ്മെൻറ്റുമാണ്.
ഇവിടെ കണ്ടു നമ്മൾ ടൈം വേഴ്സസ് AUC സെഗ്മെന്റ് എടുക്കുന്ന രീതിയാണ്. സോ ഇങ്ങനെ വരച്ചങ്ങ് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കൂടെ നോക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.